ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ഈസ്റ്റർ കേട്ടോ. അപ്പോൾ ഈസ്റ്റർ ആയിട്ട് എന്താണ് പുറകിൽ ഈ മഞ്ഞ പാടമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു റാറ്റ്സോളിൻ്റെ ഫീൽഡാണ് കേട്ടോ. നല്ല രസമാണ് ഈ പാടം കാണാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷുവിന് ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം എനിക്കന്ന് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴ. അപ്പോൾ മഴ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് ഇവിടെ വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞങ്ങളത് ഒഴിവാക്കി. അപ്പോൾ എന്തായാലും ആ വിഷമം തീർക്കാനായിട്ട് അവധി കിട്ടിയപ്പോൾ ഓടി വന്നതാട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ വീഡിയോ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാവുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടാണെങ്കിൽ ഒരു നേഴ്സിന്, അതായത് ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് ഹോസ്പിറ്റലിൽ വരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആയതിനു ശേഷമാണ് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ന്യൂറോളജിയിലാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരു മോർണിംഗിൽ രാവിലെ നമ്മളൊരു ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ഓവറാണ്. അപ്പോൾ ഹാൻഡ് ഓവറിനിവിടെ ഊബർഗാബെ എന്ന് പറയും. അപ്പോൾ ഹാൻഡ് ഓവറിന് ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പേഷ്യൻറ്റിന് തലേദിവസം എന്തൊക്കെ ഉണ്ടായി, അതുപോലെ തന്നെ ഇപ്പോൾ രാത്രിയിൽ എന്തൊക്കെയായിരുന്നു, ഇപ്പോൾ തലേദിവസം ഒരു ഈവനിങ് തൊട്ടുള്ള കാര്യങ്ങൾ, രാത്രി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഊബർഗാബയിൽ പറയാറുണ്ട്. ഇപ്പോൾ പേഷ്യൻ്റ് ഇറിറ്റബിൾ ആയിരുന്നോ, അല്ലെങ്കിൽ അവർ നന്നായിട്ട് ഉറങ്ങിയോ, ഇപ്പോൾ രാത്രിയിൽ അവർക്ക് എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായിരുന്നോ. അപ്പോൾ പെയിൻ ഇവിടെ ഷ്മേർസൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്തെങ്കിലും ഷ്മേർസ്മിറ്റൽ അല്ലെങ്കിൽ പെയിൻ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുത്തിരുന്നോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഊബർഗാബയിൽ പറയുന്നത്. ഊബർഗാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഓവറിൽ. അപ്പോൾ അതുപോലെ തന്നെ പേഷ്യൻറ്റിന് തലേദിവസം വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിരുന്നോ. ഇപ്പോൾ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ കാത്തറ്ററൈസേഷനൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന പേഷ്യൻസൊക്കെ ഇല്ലേ, ഇവിടെ അതിന് ഡെക്ക എന്ന് പറയും, ദവാക്കാത്തിറ്റർ എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ള പേഷ്യൻറ്റ് ചിലർക്കത് നമ്മൾ എന്താ പറയുന്നത് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ കറക്റ്റായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് യൂറിൻ പോയിട്ടുണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെ ഊബർഗാബയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഊബർഗാബെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാ ഷിഫ്റ്റിലും മിനിമം ഒരു 3 എക്സാമിനേഴ്ട്ട് ഉണ്ടായിരിക്കും. എക്സാമിനേഴ്ട്ട് എന്ന് പറയുന്നത് ലൈസൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നേഴ്സുമാർ മിനിമം 3 പേരുണ്ടാവും. അപ്പോൾ 3 പേരെങ്കിലും മിനിമം വേണമെന്നാണ് കേട്ടോ. ചില സാഹചര്യങ്ങളിൽ, പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുപാട് പേര് സിക്ക് ലീവൊക്കെ അടിക്കുമ്പോൾ 2 പേരൊക്കെ ആവാറുണ്ട്. പക്ഷേ മിനിമം 3 പേരുണ്ടാവും. അപ്പം നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രൈപ്പ് ടിഷ്യൂ ഉണ്ടാവും. സ്ട്രൈപ്പ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷനും അതുപോലെ ഡിസ്ചാർജും മറ്റു കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ നമ്മുടെ നഴ്സ് സ്റ്റേഷനിൽ ഒരാൾ ഇരിക്കുമായിരിക്കും. അപ്പോൾ അയാൾ നേഴ്സ് ആവണമെന്നില്ല. നേഴ്സുമാരും ഇപ്പോൾ അവരില്ലാത്ത, സ്റ്റാഫ് ഇല്ലാത്ത പക്ഷം നേഴ്സുമാർ ഇരിക്കാറുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഒരു പ്രത്യേക സ്റ്റാഫുണ്ട്. അപ്പോൾ അവിടെ ഒരാളുണ്ട്. അവരെ നമ്മൾ എക്സാമിനേഴ്ട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് 3 എക്സാമിനേഴ്ട്ട് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സുമാരുണ്ടാവും. അതുകൂടാതെ ട്രെയിനിങ് ചെയ്യുന്ന പിള്ളേരുണ്ടാവും, അതുപോലെ ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന പിള്ളേരുണ്ടാവും, അവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മിനിമം 3 പേരെങ്കിലും ഉണ്ടാവണം എന്ന് പറയുന്നത്. ഞങ്ങളുടെ വാർഡിലാണെങ്കിൽ 2 ബറായിഷായിട്ടാണുള്ളത്. അതായത് ഒരു ഭാഗത്താണെങ്കിൽ ഒരു 10-21 പേഷ്യൻ്റ് ഉണ്ടാവും, അടുത്ത ഭാഗത്തും ഉണ്ടാവും അത്രയും തന്നെ. അപ്പം ഈ 2 ബറായിഷും കൂടെ ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിനിമം 3 പേരെങ്കിലും ഉണ്ടാവണം എന്ന് പറയുന്നത്. ഹാൻഡ് ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാക്സിയോണിൽ, എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, സ്റ്റാക്സിയോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ജർമ്മൻ വാക്കുകൾ ഇങ്ങനെ കയറി വരും കേട്ടോ. അത് സ്ഥിരമായി യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്, അല്ലാതെ ഇംഗ്ലീഷോ മലയാളം മറന്നിട്ടൊന്നും അല്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ വാർഡിലാണെങ്കിൽ ഈ ഒരു ഊബർഗാബെ അല്ലെങ്കിൽ ഹാൻഡ് ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഡിസൈഡ് ചെയ്യുന്നത് ഈ 3 പേരുണ്ടല്ലോ, ഈ 3 എക്സാമിനേർട്ടായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സുമാർ ഓരോരുത്തരും ഇന്ന് എന്താണ് ചെയ്യുന്നത്, അത് നമ്മൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അവിടുന്ന് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു എക്സാമിനേർട്ടായിട്ടുള്ള ഒരാൾ ഒരു ബറായിഷ് എടുക്കും, അടുത്ത ആൾ അടുത്ത ബറായിഷ് എടുക്കും. അപ്പോൾ ഇപ്പോൾ ഞാനാണ് ഒരു സൈഡ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ആ സൈഡിൽ ഒരു 21 ബെഡ് ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ ബെഡും ഫുൾ ആവണമെന്നില്ല, ചിലപ്പോൾ ഫുള്ളാകാം അങ്ങനെ. അപ്പോൾ ആ ഒരു ബറായിഷിൽ ഫുള്ള് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു 20 പേഷ്യൻ്റ് അല്ലെങ്കിൽ 21 പേഷ്യൻറ്റിൻ്റെ ഫുള്ള് കാര്യങ്ങളും നമ്മളാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നതെന്നല്ല, പല കാര്യങ്ങളിലും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും നമുക്കായിരിക്കും കൂടുതൽ ആ ഒരു സൈഡിൽ റെസ്പോൺസിബിലിറ്റി. കാരണം ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് വയ്യ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെയിനാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറിനെ വിളിച്ച് പറയുകയും അതുപോലെ അവർക്ക് കൃത്യമായിട്ട് സമയങ്ങളിൽ മെഡിസിനും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? അങ്ങനെ ആ ഒരു ഡ്യൂട്ടി ടൈം തീരുന്നവരെ അത്രയും ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഫുൾ ടേക്ക് കെയർ നമുക്കായിരിക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. 2 പേര് 2 ബറായിഷ് എടുത്തു, അതിനുശേഷം ഒരു എക്സാമിനേർട്ടും കൂടി ഉണ്ടാവും. അപ്പോൾ അവരായിരിക്കും അന്നത്തെ ദിവസം
ഫ്ലീഗേ ചെയ്യുന്നത്. അതായത് ഫ്ലീഗേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ ട്രെയിനീസ് ആയിട്ടുള്ളവരും ഹൗസ് ബിൽഡൻ്റ് ആയിട്ടുള്ള കുട്ടികളും എല്ലാവരെയും അൺലൈറ്റും ചെയ്യുന്നതൊക്കെ റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും. ഇപ്പോൾ ഫ്ലീഗേ ചെയ്യുക എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഡെയിലി ഇവിടെ നമ്മൾ വാഷൻ ചെയ്യുക അല്ലെങ്കിൽ ദുഷ്യൻ ചെയ്യുക എന്നൊക്കെ പറയും. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഐസിയിൽ മാത്രമേ പേഷ്യൻറ്റിനെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ തുടയ്ക്കുകയൊക്കെ ചെയ്യാറുള്ളൂ, ദേഹം തുടയ്ക്കുകയൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ നമ്മളത് ബെഡ് റീഡൻ ആയിട്ടുള്ള എല്ലാ പേഷ്യൻറ്റിനും ഡെയിലി നമ്മൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ കുളിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അവരെ വെള്ളമൊക്കെ വെച്ച് തുടച്ച് ഫ്രഷ് ആക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഈ ട്രെയിനി ആയിട്ടുള്ള പിള്ളേരും അതുപോലെ ഹൗസ് ബിൽഡൻ്റ് ആയിട്ടുള്ള പിള്ളേരും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവരെ അൺലൈറ്റും ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കൃത്യമായ ഡയറക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ ഒരു 3ാമത്തെ ആൾക്കായിരിക്കും. അപ്പോൾ ഈ ആൾ സ്ഥിരമായിട്ട് ഇതല്ല ചെയ്യുന്നത്. ചിലപ്പോൾ ബെറൈഷ് എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലീഗേ ചെയ്യും, അങ്ങനെ മാറി മാറി വരും. മനസ്സിലായി? അല്ലാതെ ഒരാൾ ഇന്നത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നീ ഇത് തന്നെ ചെയ്യാവുള്ളൂ, നീ ഇന്ന് ഫ്ലീഗേ മാത്രമേ ചെയ്യാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ ബറൈഷ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ആ ഒരു പേഷ്യൻറ്റിനെയാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് രാവിലെ പേഷ്യൻ്റെ വൈറ്റൽസ് ചെക്ക് ചെയ്യാനായിട്ടാണ്. അതായത് പേഷ്യൻ്റെ BP, ടെമ്പറേച്ചർ, അതുപോലെ പേഷ്യൻ്റെ പൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ, അതുപോലെ ഷുഗർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ രാവിലെ തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഒരു 21 പേഷ്യൻറ്റ് നമ്മുടെ സൈഡിലുണ്ട്. അത്രയും പേരുടെ ഇതും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും എല്ലാവരും കൂടുതലും ന്യൂറോളജിയിലുള്ളതെല്ലാം ഒരുമാതിരി നന്നായി പ്രായമായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ചെറുപ്പക്കാരുണ്ട്, എങ്കിലും പ്രായമായതുകൊണ്ട് തന്നെ മിക്കവർക്കും BP-യുടെ പ്രശ്നവും അതുപോലെ ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും വേരിയേഷൻ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ BP കൂടുതലാണ് അല്ലെങ്കിൽ ഷുഗർ കൂടുതലാണ്, എന്തെങ്കിലും കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിന് എന്തെങ്കിലും മെഡിസിൻസ് പേഷ്യൻറ്റിന് ഓൾറെഡി പോകുന്നുണ്ടോ എന്ന് പ്രോഗ്രാമിൽ അത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ അത് നമുക്ക് സിസ്റ്റത്തിൽ കാണാം. നമ്മൾ സിസ്റ്റമായിട്ടാണ് ഈ ഒരു റൗണ്ട്സിന് പോകുന്നത്. അപ്പോൾ സിസ്റ്റമായിട്ട് പോകുമ്പോൾ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ മോണിറ്റർ ഉണ്ട്. അപ്പോൾ ആ മോണിറ്ററിലാണ് നമ്മളിതെല്ലാം ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് BP കൂടുതലുണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് മെഡിസിൻ പോകുന്നതെന്ന് നോക്കുക. അപ്പോൾ പ്രോഗ്രാമിൽ പോകുന്ന മെഡിസിൻസ് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുത്തിട്ട് നമ്മൾ ഫർദർ അത് കൺട്രോൾ ചെയ്താൽ മതി. എന്നിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡർഫിൽ, അതായത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞ് കുറച്ച് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കുക. അതിലെന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ മാത്രം ആക്ഷനാണ്. ഇതിനൊന്നും നമ്മൾ ഡോക്ടറിനെ വിളിച്ച് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി പ്രോഗ്രാമിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ടും അത് കുറയുന്നില്ലാത്ത പക്ഷം മാത്രമേ നമ്മൾ ഡോക്ടറിനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന വാർഡിൽ നിന്ന് വിളിക്കുവാണ്, ഇന്ന ആളാണ് വിളിക്കുന്നത്, അപ്പോൾ ഇന്ന നമ്പറിലുള്ള സിമ്മറിലുള്ള പേഷ്യൻറ്റിന് BP കൂടുതലാണ്, ഞാൻ പ്രോഗ്രാമിലുള്ള ഇന്ന മെഡിസിൻസ് കൊടുത്തു, വൈറ്റർ ഞാനത് കൺട്രോൾ ചെയ്തു, വൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ഞാനത് കൺട്രോൾ ചെയ്തു, അപ്പോൾ എന്നിട്ടും അത് കുറയുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ നമുക്ക് മെഡിസിൻ ഓർഡർ ചെയ്യും. അപ്പോൾ നമുക്കത് സിസ്റ്റത്തിൽ കാണാൻ പറ്റും. അങ്ങനെ നമുക്കത് വീണ്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു റൗണ്ട്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്തെ സൈഡിൽ ബെറൈഷിൽ ഇതുപോലെ തന്നെ റൗണ്ട്സിന് പോയിക്കുന്ന നമ്മുടെ കൊളീഗ്സ് ഉണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലാതെ ഞാൻ ഈ ഒരു ബെറൈഷ് എടുത്തു അല്ലെങ്കിൽ ഈ ഒരു സൈഡ് എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ മാത്രമേ പോവുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കാറില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൊളീഗ്സ് തന്നെയാണ് എനിക്കിപ്പോൾ പ്രസൻ്റ്ലി ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരോട് ചെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഫ്ലീഗേ ചെയ്യാനായിട്ട് നമ്മുടെ പോയേക്കുന്ന നമ്മുടെ കൊളീഗ് ഉണ്ടല്ലോ, അപ്പോൾ അവരോടും നമ്മൾ ചോദിക്കാറുണ്ട്, ഫ്ലീഗേ കംപ്ലീറ്റ് ചെയ്തോ, ഞങ്ങൾ ആരുടെയും ചെയ്ത് തരേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് തരേണ്ടതായിട്ട്, ഇപ്പോൾ അവർക്ക് കുറേ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളെല്ലാവരും ഒരേപോലെ നമ്മുടെ രാവിലത്തെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നിച്ചാണ് പൗസ എടുക്കുന്നത്. പൗസ അല്ലെങ്കിൽ ബ്രേക്ക് എന്ന് പറയും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപോലെ ബ്രേക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. കാരണം നല്ല തിരക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് പോയിട്ട് ബ്രേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ
ഇപ്പോൾ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും. അപ്പോൾ റൗണ്ട്സിന് വരുന്ന സമയത്ത് നമ്മൾ അവരെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ഓരോ റൂമിലും അല്ലെങ്കിൽ ഓരോ പേഷ്യൻ്റെ അടുക്കലും നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. നമുക്ക് ടൈം ഇല്ല നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ തിരക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് വന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ നിർബന്ധമായും പോയേ പറ്റുള്ളൂ അങ്ങനെയില്ല. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് അവരെ ഫോളോ ചെയ്യാം. അല്ലാത്ത പക്ഷം അവർ നമ്മളോട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ നമ്മളോട് വന്ന് പറയും. അപ്പോൾ അവരുടെ റൗണ്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ റൗണ്ട്സിൻ്റെ സമയത്ത് ഡോക്ടേഴ്സ് വാർഡിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്നത് ആരാണ് ഈ ഒരു ബറൈഷിൽ, ഇപ്പം 300 അല്ലെങ്കിൽ 400 ബറൈഷ് 2 ബറൈഷായിട്ടാണ് എൻ്റെ വാർഡിലുള്ളത്. അപ്പോൾ ആരാണ് ഈ ഓരോ ബറൈഷിലും എന്നുള്ളത് അവർ ചോദിക്കും. ഓരോ ബറൈഷിലും വേറെ വേറെ ഡോക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ് അവിടെ പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ. അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ BP കൂടുതലുണ്ട് അല്ലെങ്കിൽ ഷുഗർ കൂടുതലുണ്ട്, അതല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ശ്വാസമുട്ടലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് പേഷ്യൻറ്റിനുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം. പക്ഷേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് പേഷ്യൻറ്റിന് ഇന്ന പ്രശ്നമുണ്ട്, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഡോക്ടർ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സഡൻ ആയിട്ട് ഡോക്ടറിനെ ഫോൺ വിളിച്ച് അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ റൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തലേദിവസം പേഷ്യൻറ്റിനോ പ്രോഗ്രാമിലുള്ള കുറേ മെഡിസിൻസ് ഉണ്ടാവും, അത് പലതും ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ നമ്മൾ ഈ പുതിയ വന്ന ഓർഡറുകളും അതുപോലെ തന്നെ പഴയ സ്റ്റോപ്പ് ചെയ്ത ഓർഡറുകളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കണം. അപ്പം ഇപ്പോൾ ഒരു മെഡിസിൻ ഇന്ന് പുതിയതായിട്ട് ഓർഡർ ചെയ്തു എന്ന് വെച്ചു, അത് ഉച്ചയ്ക്കും വൈകുന്നേരം ഇന്ന് നമ്മൾ കൊടുക്കണം. ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വൈകിട്ടത്തെ കൂടെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ വെക്കണം. അതായത് നൈറ്റ് ഡ്യൂട്ടിക്കാർ നമുക്ക് വേണ്ടി ഒരു ദിവസത്തേക്ക് ഫുള്ളുള്ള മെഡിസിൻസ് അവർ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അത് കൂടാതെ വരുന്ന പുതിയ ഓർഡറുകൾ നമ്മൾ വേണം ബാക്കി ഇന്നൊരു ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട്. പൊതുവേ നൈറ്റിലാണ് ഈ ഒരു മെഡിസിൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരു ദിവസത്തേക്കുള്ളത് റെഡിയാക്കി വെക്കുന്നത് നൈറ്റ് സ്റ്റാഫാണ് കേട്ടോ. പുതിയ ഓർഡർ മാത്രം നമ്മൾ ആ ഒരു സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ റൗണ്ട്സ് കഴിയുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ മെഡിസിൻ പുതിയതായിട്ട് ഓർഡർ ചെയ്തത് എടുത്തു വെക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തത് എടുത്തു മാറ്റുകയോ മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി. ആ ഒരു റൗണ്ട്സിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിനൊക്കെ ആണെങ്കിൽ ചിലർക്ക് പുതിയതായിട്ട് കാത്തറ്ററൈസേഷൻ ചെയ്യേണ്ടി വരും, അതായത് യൂറിൻ കാത്തറ്ററൈസേഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ മാഗൻസ് ഉണ്ടെന്ന് പറയും, അതായത് നമ്മുടെ നാട്ടിൽ റൈസ് ട്യൂബ് ഇടേണ്ട പേഷ്യൻസ് ഉണ്ടാകും. കാരണം വായി കൂടെ കഴിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഫുഡൊക്കെ ആസ്പിറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് ഇറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ മാഗൻസ് ഉണ്ടെന്ന് പറയും റൈസ് ട്യൂബ് ഇടാറുണ്ട്. ആ ഒരു റൈസ് ട്യൂബ് നമ്മൾ തന്നെയാണ് ഇവിടെ ഇടുന്നത്, ഡോക്ടേഴ്സ് അല്ല ഇടുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഡോക്ടേഴ്സാണ് നാട്ടിൽ അത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളാണ് അത് ഇടുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, നമുക്ക് വീഗോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്താ പറയുന്നത് ക്യാനുല ഇടാനായിട്ട് നമുക്ക് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ പൊതുവേ അത് ഡോക്ടേഴ്സാണ് ചെയ്യുന്നത്, പക്ഷെ നാട്ടിൽ നമ്മളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡോക്ടേഴ്സാണ് അത് വന്ന് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ചില പേഷ്യൻസ് പാലിയേറ്റീവിൻ്റെ പേഷ്യൻ്റൊക്കെ ഉണ്ടാവും, അതായത് ക്യാൻസറൊക്കെ വന്ന് ലാസ്റ്റ് സ്റ്റേജിൽ ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് കിടക്കുന്ന പേഷ്യൻസുകൾ ഒക്കെ നമ്മുടെ വാർഡിൽ ഇടയ്ക്ക് വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയേറ്റീവിലൊക്കെ നമുക്ക് പ്ലേസ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാക്സിയോണിൽ അല്ലെങ്കിൽ നമ്മുടെ വാർഡിലേക്ക് ഇടാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലർക്കൊക്കെ ട്രാക്കോസ്റ്റമി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻറ്റ് നമ്മൾ സെക്ഷനിങ് കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും ബെഡ് സോർ, അല്ലെങ്കിൽ ഇവിടെ അതിന് ഡെക്കുബിറ്റസ് എന്ന് പറയും, ഒരു പ്രൊലോങ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന പേഷ്യൻറ്റിന് ദേഹം പൊട്ടുമൊക്കെ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ബാൻഡേജും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് ഡെയിലി. അല്ലാതെ പേഷ്യൻ്റ് എന്തെങ്കിലും അല്ലാത്ത വൂണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഡെയിലി ഡ്രസ്സിങ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വാർഡ് ന്യൂറോ സർജറിയാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്ലേസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാർഡിലേക്ക് പേഷ്യൻറ്റിനെ ഇടാറുണ്ട്. ഇപ്പോൾ സർജറിക്കുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പ്രീ പ്രൊസീജിയറൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ആ പേഷ്യൻ്റ് സർജറി കഴിയുമ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് റെഡോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുകയും അതുപോലെ 2-3 ദിവസം കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. പിന്നെ പേഷ്യൻറ്റിന് ഇപ്പോൾ ഒരു വൂണ്ട് കാര്യങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന പേഷ്യൻറ്റിന് സ്റ്റിച്ചിങ്ങോ അങ്ങനെയുള്ള വൂണ്ട് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഡ്രസ്സിങ് കുറച്ച് ദിവസം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ ഡോക്ടർ നമ്മളോട് അതിൻ്റെ സ്റ്റിച്ചിങ് റിമൂവ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇവിടെ.
പിന്നെ എന്താ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഞാൻ ഓർക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോടിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വീഴുവാണെങ്കിൽ, അപ്പം നമ്മുടെ പേഷ്യൻ്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക് ചെയ്യുന്നത് ന്യൂറോളജിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രായമായ ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഇവർ നമ്മൾ ഒറ്റയ്ക്ക് പോകരുതെന്ന്, ബാത്റൂമിലൊക്കെ പോകരുതെന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് തന്നെ പോകാൻ ശ്രമിക്കുമ്പോൾ വീഴുന്നത് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വർക്കാണ്. കാരണം അവർ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അവർക്ക് എന്തെങ്കിലും വീണതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മുറിവോ ചതവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ആ വീണ ഭാഗത്ത് സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം നോക്കണം. അതിനുശേഷം അത് കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് തിരിച്ച് ബെഡിൽ കിടത്തിയതിന് ശേഷം ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം. ഡോക്ടർ വന്നിട്ട് പേഷ്യൻറ്റിനെ നന്നായി ഒബ്സർവ് ചെയ്യും. അപ്പോൾ വീണതിൻ്റെതായ എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം പേഷ്യൻറ്റിന് CTയോ അല്ലെ മറയോ അങ്ങനെയൊക്കെ വിടാറുണ്ട്. കാരണം പ്രായമായതുകൊണ്ട് തന്നെ ഒന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രാക്ചർ ആകാനായിട്ടൊക്കെ ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ വിടുവോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പേഷ്യൻറ്റ് വീഴുവോ അല്ലെങ്കിൽ പേഷ്യൻറ്റ് മരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്യണം. ഈ ഒരു സമയത്ത് മാത്രമല്ല, പേഷ്യൻറ്റിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ പേഷ്യൻ്റ് ഇപ്പോൾ BP കൂടുതലാണ്, അല്ലെങ്കിൽ ഷുഗർ കൂടുതലാണ്, അതല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അതിനുള്ള ഒരു ആക്ഷൻ എന്താണോ അത് എടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത്, എന്താണ് അവരുടെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. അപ്പോൾ അത് നിർബന്ധമാണ് ഇവിടെ. അപ്പോൾ അത് നമ്മുടെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം നാളെ പേഷ്യൻറ്റിന് ഒരു പെയിൻ ആയിരുന്നു, പക്ഷേ സിസ്റ്ററിനോട് പറഞ്ഞിട്ട് സിസ്റ്റർ കേട്ടില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് പേഷ്യൻറ്റ് കൊടുക്കേണ്ട വരരുത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിത് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇനിയാണെങ്കിൽ പേഷ്യൻറ്റ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് ചെന്നപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം വൈറ്റൽസ് നോക്കുക. പേഷ്യൻ്റ് അനക്കമൊന്നുമില്ല, മരിച്ചെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക. അപ്പോൾ ഡോക്ടർ വന്ന് മിനിമം 2 തവണയെങ്കിലും മിനിമം ഡോക്ടർ വന്ന് നോക്കി അവർ കൺഫേം ആക്കണം. കൺഫേം ആക്കിയതിന് ശേഷം ഡെത്ത് പ്രോട്ടോക്കോൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പേഷ്യൻ്റ് മരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്തിരിക്കണം. പിന്നെ പേഷ്യൻറ്റിനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഈ സ്റ്റാഫ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ വേണം ആ ഒരു ബോഡി മോർച്ചറിയിലേക്ക് കൊണ്ടുവന്ന് വെക്കാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 11:30 ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ രാവിലെ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ വീണ്ടും ഷുഗർ ചെക്ക് ചെയ്യും. കാരണം 12 മണിക്ക് നമ്മൾ ഫുഡ് കൊടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അതിന് മുന്നായിട്ട് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്ത് പേഷ്യൻറ്റിന് ഇൻസുലിൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഫ്ലീക്ക് എടുത്തേക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനോടിടയ്ക്ക് നമ്മൾ പേഷ്യൻറ്റിന് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഫുഡ് ഓൾറെഡി വാഗനിൽ അവിടെ വന്നിരിക്കും. അപ്പോൾ ആ ഒരു ഫുഡ് നമ്മൾ അണ്ടക്കം ചെയ്യുക എന്ന് പറയും. അത് ചൂടാക്കാനായിട്ട് അതിൻ്റെ ഓവനുണ്ട്, വലിയൊരു ഓവനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തന്നെ വേണം അത് കയറ്റി അതിൽ വെക്കാനായിട്ട്. അങ്ങനെ ആ ഫുഡ് 12 മണിക്ക് മുന്നേ ഏകദേശം ഒരു 10:30 ആകുമ്പോൾ നമ്മൾ ഫുഡ് അണ്ടക്കം ചെയ്യാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 12 മണിയാകുമ്പോൾ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണെങ്കിൽ അതിനോടിടയ്ക്ക് നമ്മൾ പേഷ്യൻറ്റിന് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ടീ അല്ലെങ്കിൽ കോഫി എന്തെങ്കിലും കൊടുക്കും. ടീക്ക് വേണ്ടി നമുക്ക് വാട്ടർ ഹീറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ കെറ്റിലുണ്ട്, അതുപോലെ തന്നെ കോഫി മെഷീനും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഫ്ലീക്ക് അന്ന് എടുത്തേക്കുന്ന ആളായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ഉത്തരവാദിത്തം. അപ്പം അവർ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് സമയമുണ്ട് നമുക്കും ചെയ്യാം. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പൊതുവേ നമ്മൾ വർക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് പൊതുവേ അവരാണ് അത് ചെയ്യാറ്. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മളും പോയി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഒരു എണ്ണം അനുസരിച്ച് 2 സൈഡൊക്കെ ഫുള്ളാണെന്നുണ്ടെങ്കിൽ മിനിമം നമ്മളൊരു 4-5 4 ഫ്ലാസ്കിലെങ്കിലും നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി വെക്കാറുണ്ട്. അതുപോലെ കോഫിയൊക്കെ നമ്മളൊരു 3 എണ്ണമെങ്കിലും ഫ്ലാസ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. കാരണം പേഷ്യൻ്റെ റിലേറ്റീവ്സും ഒക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇവിടെ ഫുഡ് പേഷ്യൻറ്റിന് ടൈലൻ ചെയ്യുക എന്ന് പറയും. എല്ലാവർക്കും ഫുഡ് കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ഒരാളല്ല, എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഉച്ചയ്ക്ക് ഫുഡ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫുഡ് ഓൾറെഡി പേരൊക്കെ എഴുതി കറക്റ്റായിട്ട് ഓർഡറിലായിരിക്കും ആ ഒരു വാഗനിൽ വന്നിട്ടുണ്ടാവുക. നമ്മൾ എടുത്തിട്ട് ഫുഡ് കൊടുത്തേച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള മെഡിസിനും കൂടെ ഫുഡിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ രാവിലത്തെ റൗണ്ട്സിൽ നമ്മൾ വൈറ്റൽസ് എടുക്കുന്ന കൂട്ടത്തിൽ രാവിലത്തെ മെഡിസിനും കൂടെ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ആ രാവിലെയുള്ള മെഡിസിനും കൂടെ പേഷ്യൻറ്റിന് കൊടുക്കണം.
പിന്നെ ഉച്ചക്കത്തേക്കുള്ള മെഡിസിൻ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കൂടെ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് ഓരോരുത്തർക്കും. പിന്നെ ഇതിനോടിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില പേഷ്യൻസിനൊക്കെ ചില ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അവർ എന്താ പറയുന്നത്, ഇന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫുഡ് മാറ്റി വെക്കണം, കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാതെ മാറ്റി വെക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെയാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ കൊടുത്ത ഫുഡുകൾ മൊത്തം തിരിച്ച് ആ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഈ വാഗനിൽ വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വാഗനിൽ വെച്ചിട്ട് നമ്മളത് നമ്മുടെ വാർഡിന് വെളിയിലേക്ക് വാഗൻ കൊണ്ടുവന്ന് വെക്കും. അവർ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. അങ്ങനെയാണ് പൊതുവെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് നമ്മൾ എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണെങ്കിൽ നമ്മൾ ചില പേഷ്യൻസ് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകും. അവർക്ക് തന്നെ കഴിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പാരാലിസിസ് ഒക്കെ ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെയൊക്കെ നമ്മുടെ ഒരു ഉപർഗാബെ സെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ഓവറിൻ്റെ ആ ഒരു പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനൊക്കെ നമ്മൾ വേണം ഈ ഒരു ഫുഡ് ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് ചില പേഷ്യൻസിന് പ്രത്യേകമായ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം അവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഫുഡും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ അതിൽ ലോഗോപീഡിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവർ ആ പേഷ്യൻറ്റിൻ്റെ അവർക്ക് എങ്ങനെയുള്ള ഫുഡാണ് കഴിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ അവർ വന്നിട്ട് നോക്കും. നോക്കിയതിന് ശേഷമാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് വരുമ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു 1:15 ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഈവനിങ് ഡ്യൂട്ടിക്ക് ആൾ വന്നു തുടങ്ങും. ഒരു 1:30 ആകുമ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത് അന്ന് ഫ്ലീഗ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എക്സാമിനിയായിട്ട് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സുമാരും അതുപോലെ ഹൗസ് ബിൽഡൻറ്റും ട്രെയിനികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ പറയുന്നത്, നമുക്ക് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ഒന്നും കൂടെ ഒബ്സർവ് ചെയ്യും. അവർ കറക്റ്റായിട്ടാണോ കിടക്കുന്നത്, നീറ്റായിട്ടാണോ കിടക്കുന്നത്, അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് നമ്മൾ ഒരു വട്ടം കൂടെ ചെക്ക് ചെയ്യും ഈ ഒരു ഹാൻഡ് ഓവർ നടക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 മണി ആകുമ്പോഴാണ് നമ്മൾ വാർഡിൽ നിന്ന് ഇറങ്ങുന്നത്. 2 മണി ആകുമ്പോൾ ഡെയിലി നമുക്ക് ഇറങ്ങാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ 2:30 ആകാറുണ്ട്. ഹാൻഡ് ഓവർ വൈകുന്നതുകൊണ്ടല്ല, നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും തീരാതെ വരുന്ന സമയത്ത് നമുക്ക് വരാൻ വൈകാറുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ അഡ്മിഷൻ്റെയും ഡിസ്ചാർജിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞില്ല, അത് ഓൾറെഡി അവിടെ സ്ട്രൈക്റ്റിഷ് അല്ലെങ്കിൽ അതിനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാണത് ചെയ്യുന്നത്. അവരില്ലെങ്കിൽ നമ്മൾ തന്നെ വേണം, അവിടെ നമ്മളിൽ ഒരാളായിരിക്കണം അവിടെ ഇരുന്നിട്ട് ഈ ഒരു അഡ്മിഷനും ഡിസ്ചാർജിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനും കുറേ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മോർണിംഗ് ഡ്യൂട്ടിയിൽ പൊതുവെ ചെയ്യാറ്. ഈവനിങ് ഡ്യൂട്ടിയിൽ നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ റൗണ്ട്സ് പോവുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. പിന്നെ ഈവനിങ് ഡ്യൂട്ടിയിൽ ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സ് പൊതുവേ ഇല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് വരാറ് മാത്രമാണുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ച്, ഇപ്പോൾ എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ച് ഡോക്ടറിനെ വാർഡിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈവനിങ് ഡ്യൂട്ടിയിൽ അങ്ങനെ ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈവനിങ്ങിൽ ചെയ്യുന്നത്. നൈറ്റിലാണ് പിന്നെയും കുറച്ചും കൂടെ വ്യത്യാസമുള്ളത്. കാരണം നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള മെഡിസിൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ വാഗനൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ രാവിലെ പേഷ്യൻറ്റിനെ വാഷം ചെയ്യാൻ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന വാഗനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അത് വീണ്ടും എന്താ പറയുന്നത് ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഡെയിലി പോകുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വാർഡ് അനുസരിച്ച് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ സ്ഥലം അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.